ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ജൂലൈ 31 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറയൻകീഴ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ പ്രാതിനിധ്യത്തോടെയാണ് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, PWD ഓഫീസ് എന്നിവയുടെ മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറയൻകീഴ് യൂണിറ്റ് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങളും വ്യാപാര സമൂഹവും വളരെയധികം കഷ്ടത്തിലാണ്. കാരണം വെറും 650 മീറ്റർ മാത്രം സ്പാനുള്ള ഈ മേൽപ്പാലം ഇപ്പോൾ ഒരു 1200 ദിവസമായിട്ട് അതിൻ്റെ പണിയുടെ 60% എത്തിയിട്ടുണ്ട്. അതുമൂലം ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് അവരെ തട്ടത്തിൽ കൊണ്ടുവന്ന് എടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ സർവീസ് റോഡ് മറ്റും കിടക്കുന്നത്. ഈ 2 സർവീസ് റോഡുകളിൽ ഒരു യാതൊരു രീതിയിലുള്ള ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അപ്പം അതിന് അടിയന്തരമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കേണ്ട ആവശ്യകത വരും. ഒപ്പം തന്നെ ചിറയൻകീഴ് മേഖലയിലുള്ള വ്യാപാരികൾ ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് അനേകം വ്യാപാരികൾ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ കൂട്ടിപ്പോകുമ്പോണ്ടായി. പിന്നെ ബാക്കി അവശേഷിക്കുന്നവരുടെ അവസ്ഥ എന്നുള്ളത് വലിയ കഷ്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ട് പോലും വിൽക്കുന്നത് ഒരു ഉച്ചവരേഖ ആവുന്ന ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾ ആശ്രയിച്ചിരുന്ന 5 തെങ്ങ്, കറക്കാവൂർ എന്നുള്ള സമീപപ്രദേശത്തുള്ള കസ്റ്റമറൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം ഈ മേൽപ്പാലത്തിന്റെ പണി എന്തെങ്കിലും ഒന്ന് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത ആയിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുള്ളൂ. കാരണം ഇത് ഞങ്ങളെ സഹായിക്കേണ്ടത് ഇവിടുത്തെ MLAയും MP യും ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാത്ത ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും പരസ്പരം പഠിച്ച് ആരാധന തന്നെ ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി, വ്യാപാര സമൂഹത്തിന് വേണ്ടിയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഇവരൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വെറും 3 മാസം കൊണ്ട് ഇതിന്റെ പണി നമുക്ക് തീർത്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ ഗൗരവമായി എടുത്ത് നടത്തുന്നതായി കാണുന്നില്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ട് പല പ്രാവശ്യം നമ്മൾ പല നിവേദനങ്ങളിലൂടെയും MP-മാർക്കും MLA-മാർക്കും മന്ത്രിക്കും കേന്ദ്രമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിട്ടും ഉടനെ തന്നെ പണി തീർക്കാം എന്ന് പറയുന്നതല്ലാതെ അതിനൊരു അറുതി വരുന്നില്ല. എന്തായാലും ഇതിന് ഒരു പരിഹാരമാക്കി തന്നു, നമുക്കിതിനൊരു പരിഹാരമാക്കി തന്നു നമ്മളെ ഒന്ന് സംരക്ഷിക്കാൻ ഉള്ള ഒരു അവസരം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ആദ്യമായി അറിയിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയുമായ അനിൽ ചാമ്പ്യൻസിന്റെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് C. ധനീഷ് ചന്ദ്രൻ ധർണാ സമരം ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി B. ജോഷി ബസു, യൂണിറ്റ് സെക്രട്ടറി നൌഷാദ് ലാൽ, ജില്ലാ ചെയർമാൻ Y. വിജയൻ, ന്യൂ രാജസ്ഥാൻ മാർബിൾസ് MD വിഷ്ണു ഭക്തൻ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വെള്ളറട രാജേന്ദ്രൻ, ജില്ലാ ട്രഷറർ MA ഷിറാസ് ഖാൻ, യൂണിറ്റ് ട്രഷറർ മനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകും. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.